ഹായ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയാണ് വിശേഷം? അൽഹംദുലില്ലാ ഞാൻ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ കണ്ണൊക്കെ കുറച്ച് ഇടിഞ്ഞിട്ടൊക്കെ ഉണ്ട്. കുറച്ച് ദിവസങ്ങളായി ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂ ഒക്കെ ആയിരുന്നു. എനിവേ ഇപ്പോൾ ഓക്കെ ആയിട്ട് വരുന്നു, അൽഹംദുലില്ലാ. അപ്പം എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം നമ്മുടെയൊക്കെ ഈ ഒരു ഏജ് എന്ന് പറയുന്നത് അത്രയും ചെറിയൊരു ഏജാണല്ലേ. അതായത് ഒരു 20 വയസ്സ് മുതൽ ഒരു 35 വയസ്സ് വരെ ഉള്ള ഒരു ഏജ് എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും ഒരു അമ്മയായിട്ടും ഒരു ഭാര്യയായിട്ടും ഉള്ള ആ ഒരു ടൈം പീരീഡാണ് ഈ ഒരു 35 വയസ്സിനുള്ളിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു 35 വയസ്സിനുള്ളിൽ നമ്മൾ എന്തൊക്കെ ഫുഡ് കഴിക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റി നിർത്തണം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് കുറച്ച് കാര്യം നിങ്ങളോട് ഞാൻ പറയുന്നത്. എൻ്റെ ലൈഫിൽ പറ്റിയ കുറേ കാര്യങ്ങൾ നിങ്ങളെ ലൈഫിൽ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ ഒരു 35 വയസ്സിൻ്റെ ആ ഒരു ഗ്യാപ്പ്, അതായത് 20 വയസ്സ് മുതൽ 35 വയസ്സ് വരെ, എൻ്റെ മംഗലം കഴിഞ്ഞ സമയത്ത് 20ാമത്തെ വയസ്സിലായിരുന്നു ഞാൻ മംഗലം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ മംഗലം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം 30 വയസ്സിനുള്ളിൽ 2 മക്കളെ ജന്മം കൊടുത്തു. പക്ഷേ ഈ ഒരു ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് നമ്മൾ എന്ന് പറഞ്ഞ് പഠിക്കുകയും അതുപോലെ കോളേജ് ലൈഫൊക്കെ എൻജോയ് ചെയ്ത് വരുന്ന ആ ഒരു ടൈം അല്ലേ. അപ്പം പ്രപ്പോസൽ വരുന്ന, കല്യാണം കഴിക്കുന്ന, പിന്നെ ഒരു 6 മാസം ആകുമ്പോഴത്തേക്ക് മക്കളുണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ഞാൻ ഫുഡിനെ നല്ല രീതിയിൽ അവോയ്ഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തിനേറെ പറയുന്നത്, എൻ്റെ മൂത്ത മോനെ പ്രഗ്നൻ്റായ സമയത്ത് ഞാൻ ഒരു വകയില്ല ഭക്ഷണം ഞാൻ കഴിക്കില്ലായിരുന്നു. പക്ഷേ എൻ്റെ അമ്മ എപ്പോഴും പറയുമായിരുന്നു ഭക്ഷണം നല്ലപോലെ കഴിക്കണം എന്ന് വെച്ചാൽ കുഞ്ഞിന് നല്ല ആരോഗ്യം വേണം എന്നുള്ള രീതിയിലൊക്കെ. പക്ഷേ ആ ഒരു സമയത്ത്, അതായത് പ്രഗ്നൻ്റ് ആയ സമയത്ത് നമ്മൾ കഴിക്കുന്ന ഫുഡിന് 3/4 ഭാഗം അതുപോലെ പ്രോട്ടീൻസ്, അതിൻ്റെ വൈറ്റമിൻസ് ഒക്കെ പോകുന്നത് നമ്മളെ വയറ്റിലുള്ള കുഞ്ഞിനാണ് അല്ലേ. അപ്പോൾ ആ ഒരു ടൈമിന് നമ്മൾ എന്തായാലും എത്ര വെയിറ്റ് ഇല്ലാത്ത ആളാണെങ്കിൽ പോലും നമ്മൾ വെയിറ്റ് എന്തായാലും കൂടിയിട്ടുണ്ടാവും. പക്ഷേ റബ്ബ് സഹായിച്ചിട്ട് അൽഹംദുലില്ലാ എനിക്ക് നല്ല ആരോഗ്യത്തോടുള്ള ഒരു മോനെ തന്നെ ജന്മം കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. പക്ഷേ ആ ഒരു ടൈമിൻ്റെ ഭക്ഷണം എന്ന് പറയുന്നത് ഫ്രൂട്ട്സ് കഴിക്കും, പിന്നെ അതുപോലെ വെജിറ്റബിളൊക്കെ ഇപ്പോഴും കഴിക്കാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഓരോന്നായിട്ട് ഞാൻ ഇപ്പോൾ നേരിട്ടുകൊണ്ട് നിൽക്കുകയാണ്. എൻ്റെ ഒരു അവസ്ഥ നാളെ നിങ്ങളിലായിരിക്കും ഉണ്ടാകാൻ വേണ്ടി പാടില്ല. ഡോക്ടേഴ്സ് കാൽസ്യത്തിൻ്റെയും വൈറ്റമിൻ്റെയും ഒക്കെ ഗുളിക തരും, ഒന്നും ഞാൻ കഴിക്കില്ല. എനിക്ക് ഹോസ്പിറ്റലിൽ ഞാൻ പോകുന്നത് മെയിനായിട്ട് പറഞ്ഞാൽ ഒന്ന് നീർച്ചപ്പുറം, പിന്നെ ഇരിക്കാം, പിന്നെ 2 എന്ന് വെച്ചാൽ എനിക്ക് ഇവിടുന്ന് അടുപ്പിൽ, അതായത് 100 കിലോമീറ്ററുള്ള സ്ഥലം കൂടി എന്നെ സംബന്ധിച്ച് ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ആ രീതിയിലൊക്കെ അപ്പം അങ്ങനെ എന്താ പറയുന്നത്, ആ ഒരു പ്രഗ്നൻ്റ് ടൈമിന് ഞാൻ ഈ കാൽസ്യത്തിൻ്റെയും വൈറ്റമിനൊക്കെ ഗുളിക അവോയ്ഡ് ചെയ്ത്, പക്ഷേ എല്ലാ മാസവും ചെക്കപ്പിന് പോകും, എല്ലാ മാസവും ഞാനിത് വാങ്ങുകയും ചെയ്യും കേട്ടോ. ഒരു പ്രയോജനവും ഇല്ല. ഞാൻ അതേപോലെ അവിടെ തന്നെ വെക്കും. പക്ഷെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ എനിക്ക് സെക്കൻഡ് ഡെലിവറി ആകുമ്പോഴത്തേക്ക് എനിക്ക് നല്ലപോലെ ഉണ്ടായി, ഇപ്പോഴും ഉണ്ട്. പിന്നെ ഡെലിവറി കഴിഞ്ഞ് നമുക്ക് എന്താ പറയുന്നത് ലേഗ്യം അങ്ങനെ എന്തൊക്കെയോ മരുന്നുകളൊക്കെ തരുന്നു, ഇതൊന്നും ഞാൻ കഴിച്ചിട്ടുണ്ടായില്ല. പക്ഷെ ഇപ്പോഴാണ് അതിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമ്മൾ കഴിക്കുന്ന ഓരോ ഭക്ഷണവും, മെയിനായിട്ട് മത്സ്യം, അതുപോലെ വെജിറ്റബിൾ, ഫ്രൂട്ട്സ്, ഇതൊക്കെ നന്നായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യണം. അതില്ല എന്നുണ്ടെങ്കിൽ, ഇൻക്ലൂഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്രമേണ നമ്മളെ ആരോഗ്യത്തിന് ഭയങ്കരമായിട്ടത് എഫക്റ്റ് ചെയ്യും. മെയിനായിട്ട് നമ്മൾ എല്ലിന്, അതായത് നമ്മൾ കാൽസ്യത്തിൻ്റെ ഫുഡ് കഴിച്ചാൽ മാത്രമേ നമ്മൾ എല്ലിന് ശക്തി ഉണ്ടാകത്തുള്ളൂ. വൈറ്റമിൻ അടങ്ങി ഭക്ഷണം കഴിച്ചാൽ മാത്രമേ നമ്മൾ മെൻ്റലി ഹെൽത്തി ആയിട്ട് നല്ലൊരു ആളായിട്ട് നമുക്ക് മാറാൻ വേണ്ടി പറ്റും. ഒരു മനുഷ്യൻ്റെ ശരീരത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും, അതായത് ഭക്ഷണത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുക തന്നെ വേണം. നമുക്കിഷ്ടമുള്ള ഭക്ഷണം മാത്രം കഴിച്ച് മറ്റുള്ളതിനൊക്കെ അവോയ്ഡ് ചെയ്ത് നിന്നാൽ ഉറപ്പായിട്ടും അതിൻ്റെ എഫക്റ്റ് നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് നേരിടേണ്ടി വരും. അത് 100% ഞാൻ
ഞാൻ എൻ്റെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ട് നിങ്ങളോട് പറയുകയാണ്. ഓക്കെ, ദയവ് ചെയ്ത് അങ്ങനെ ആരും ചെയ്യരുത്. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ പ്രഗ്നൻ്റ് ആയ സമയത്ത് നമ്മൾ കുട്ടി ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടി നമ്മൾ ഭക്ഷണം കഴിക്കല്. പക്ഷെ കുട്ടി പിന്നെ പുറത്ത് വന്നതിന് ശേഷം, ജന്മം കൊടുത്തതിന് ശേഷം നമ്മുടെ ഹെൽത്ത് നന്നായിട്ട് തന്നെ സൂക്ഷിക്കുക. നമ്മളെ ഹെൽത്ത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി നിങ്ങൾ ഓരോരുത്തരും, എൻ്റെ വീഡിയോസ് കാണുന്ന ഓരോരുത്തരും ശ്രമിക്കുക. നമ്മൾ ഇഷ്ടപ്പെട്ട ഭക്ഷണം മാത്രം കഴിക്കാതെ എല്ലാ ഭക്ഷണങ്ങളും നമ്മൾ കഴിക്കുന്ന ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുക. പ്രോട്ടീൻസ് അടങ്ങിയും അതുപോലെ ഈ പറഞ്ഞ പോലെ വൈറ്റമിൻസ് അടങ്ങിയ ഫുഡൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഇൻക്ലൂഡ് ചെയ്യുക. ഞാൻ പാല് കുടിക്കത്തില്ല, ഹോർലിക്സ് കുടിക്കത്തില്ല, ഇങ്ങനെയുള്ള ഒരു ഭാഗം സാധനം ഞാൻ കുടിക്കത്തില്ല. ഇപ്പോഴും ആ രീതിക്ക് വലിയൊരു മാറ്റമൊന്നും വന്നില്ല. പക്ഷേ പിന്നെ സ്വയം ചെയ്യാതെ മറ്റുള്ളവരെ ഉപദേശിക്കുന്നതിൽ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിൽ കാര്യമില്ല എന്ന് അറിയാം. പക്ഷേ എനിക്ക് നിങ്ങളോട് ഇതൊക്കെ പറയണമെന്ന് തോന്നി. കാരണം നമ്മുടെ ഈ ഒരു പ്രായം എന്ന് പറയുന്നത് നമ്മളൊരു സീരിയസ്നെസ് ഇല്ലാതെ അല്ല, പിന്നെ അങ്ങനെ നമ്മൾ അതിൻ്റെതായ രീതിയിൽ വിടും. പക്ഷെ പിന്നീട് അങ്ങോട്ട് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും നമ്മുടെ ബന്ധുക്കളായാലും അല്ലെങ്കിൽ ബാക്കിയുള്ളവരായാലും നമ്മുടെ കൂടെ ഉണ്ടാകണമെന്നില്ല, അത് ഉറപ്പാണ്. നമ്മുടെ കാര്യം ചെയ്യാനെങ്കിലും നമുക്ക് അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും ആരോഗ്യം നമുക്ക് വേണ്ടിടും. അപ്പോൾ തീർച്ചയായിട്ടും ഭക്ഷണത്തിൽ കൃത്യമായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക തന്നെ വേണം. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ പുറത്തുള്ള ഫുഡ് മാക്സിമം അവോയ്ഡ് ചെയ്ത് നമുക്ക് എന്തൊക്കെയാണ് പച്ചക്കറികൾ ഉള്ളിൽ നിന്ന് തന്നെ കിട്ടുന്നത്. ഇപ്പോൾ ചേമ്പിൻ്റെ ഇലയൊക്കെ വറുത്ത് കഴിക്കുമ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെടാറുണ്ട്, ഇതെന്തൊരു മനുഷ്യന്മാരാണ് ഇതൊക്കെ വറുത്ത് കഴിക്കുന്നത്. പക്ഷേ ഈയിടെ ഞാനൊരു വീഡിയോസിൽ കാണാനിടയുണ്ട്, പുറം രാജ്യങ്ങളിൽ ഈ ചേമ്പിൻ്റെ ഇലക്കൊക്കെ നാട്ടിൽ 700,000 രൂപയാണ്. അത് അത്രയും പുറം രാജ്യങ്ങളിൽ വിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് അത്രയും പിന്നെ എന്താ പറയുക ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മളത് മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രം. തീർച്ചയായിട്ടും നമ്മുടെ കയ്യിൽ കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു സാധനമാണെങ്കിൽ പോലും നമ്മൾ മെയിനായിട്ട് അതിൽ നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കണം. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ പച്ചക്കറികൾ ധാരാളം പിന്നെ കഴിക്കണം. ഞാൻ ഈ പച്ചക്കറിയൊന്നും കഴിക്കുന്ന സത്യം പറഞ്ഞാൽ കേബേജ് മാത്രമേ കഴിക്കാറുള്ളൂ. പക്ഷേ സെക്കൻഡ് ഡെലിവറി ആകുന്ന സമയത്ത് ഏകദേശം ബാക്കിയുള്ള പിന്നെ പച്ചക്കറികളൊക്കെ ഞാൻ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അത് ആ ഒരു ടൈമിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോൾ സത്യം പറഞ്ഞാൽ കഴിക്കാനും ആക്കാനൊക്കെ മടിയാണ്. പ്രത്യേകിച്ച് വീട്ടിൽ ആരും ഇല്ലാത്ത സമയത്ത്, അതായത് നേഴ്സ മക്കളൊക്കെ ഉണ്ട്. പിന്നെ പുറത്ത് പോയാൽ ഇവിടെ പേർക്ക് പിന്നെ ആരും ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെയൊക്കെ. അപ്പം നിങ്ങളുടെ മക്കളിലാണെങ്കിൽ പോലും കാര്യങ്ങളൊക്കെ എന്താ പറയുക, അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, കൊടുക്കുന്ന ഭക്ഷണത്തിൽ അവർക്ക് പിന്നെ അവരൊന്നും അറിയാത്ത മാതിരി അവരെ ഭക്ഷണത്തിൽ അവരിഷ്ടപ്പെടാത്ത ഫുഡൊക്കെ എന്ത് ചെയ്യുക, ഇൻക്ലൂഡ് ചെയ്യുക. ഓക്കെ, പിന്നെ ഈ ഭക്ഷണം അതായത് ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ നമ്മൾ എത്ര ക്വാണ്ടിറ്റിയിൽ കഴിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഉറപ്പായിട്ടും ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ. ഇപ്പം തന്നെ ഒരുപാട് ലെങ്തി ആയെന്ന് തോന്നുന്നു. പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ബന്ധുക്കളിലേക്കൊക്കെ എത്തിക്കണം. കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോസ് വീണ്ടും ഞാൻ വരുന്നതായിരിക്കും. അതുവരെ ബൈ.